ഏവർക്കും ഈശ്വരശേഷിയായിക്കട്ടെ. നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇതര മതങ്ങളിൽ നിന്ന് ക്രൈസ്തവരിലേക്ക് വരുന്ന അല്ലെങ്കിൽ ക്രൈസ്തവ വധൂവരന്മാരെ വിവാഹം കഴിക്കുന്നവരുടെ നിയമങ്ങളൊക്കെയാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഡിസ്പെൻസേഷൻ പ്രത്യേകം പറയാം, കാനോൻ ലോ പ്രത്യേകം പറയാമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഡിസ്പെൻസേഷനെ പറ്റിയാണ്. അത് ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട അർത്ഥങ്ങളാണ് പറയുന്നത്, അല്ല മരുന്നിനോട് ബന്ധപ്പെട്ട ഡിസ്പെൻസേഷൻ അർത്ഥമല്ല ഞാൻ പറയുന്നത്. സഭയുടെ നിയമങ്ങളിൽ നിന്ന് ഇളവ് അനുവദിക്കുക അല്ലെങ്കിൽ നൽകുക, ചില നിയമങ്ങളിൽ പ്രത്യേകമായ ഒഴിവാക്കലുകൾ നൽകുക എന്നൊക്കെയാണ്. കാനൂൻ നിയമത്തിലെ ഒരു ഡിസ്പെൻസേഷൻ എന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ യോഗ്യതയുള്ള അധികാരി, ദാറ്റ് മീൻസ് ബിഷപ്പ്മാര്, വൈദികർ മീൻസ് ആ ഇടവകയിലെ വികാരി, അവര് ഈ വിവാഹങ്ങളുടെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ലഘൂകരിക്കുന്നതിന് സഭാ നിയമത്തിൽ ഭരണപരമായ ഇളവ് നൽകുന്നതിനുള്ളതാണ് ഡിസ്പെൻസേഷൻ എന്നത്. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മൾ മിശ്രവിവാഹത്തെപ്പറ്റി തുടങ്ങി വെച്ചു. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് നാം എത്തിയിട്ടില്ലായിരുന്നു. നാം തുടങ്ങുകയാണ് ഡിസ്പെൻസേഷനെ പറ്റി. ഡിസ്പെൻസേഷൻ എന്നതിൻ്റെ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട അർത്ഥം നമുക്ക് നോക്കാം. സഭയുടെ നിയമങ്ങളിൽ നിന്ന് ഇളവ് അനുവദിക്കുക അല്ലെങ്കിൽ നൽകുക, ഒഴിവ് അനുവദിക്കുക അല്ലെങ്കിൽ നൽകുക എന്നതാണ് ഡിസ്പെൻസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ചില നിയമങ്ങളിൽ പ്രത്യേകമായ ഒഴിവാക്കലുകൾ നൽകുക എന്നുകൂടിയുണ്ട്. കാനോൻ നിയമത്തിലെ ഒരു ഡിസ്പെൻസേഷൻ എന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ യോഗ്യതയുള്ള അധികാരി, അതായത് ഇടവക വികാരിമാർ, ബിഷപ്പുമാർ, ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിന്, അതായത് ആ സാഹചര്യത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിന് കേവലം സഭാ നിയമത്തിൽ ഭരണപരമായ ഇളവ് നൽകുന്നതാണ് ഡിസ്പെൻസേഷൻ എന്ന് പറയുന്നത്. പാസ്റ്ററൽ പരിചരണത്തിനായി ഉപയോഗിക്കുന്നതാണിത്. വിവാഹത്തിലെ നിയമങ്ങളിൽ ഇളവുകൾ അനുവദിക്കുന്നുണ്ട്. കൾട്ട് സമത്വം, അതായത് സ്നാനമേൽക്കാത്ത വ്യക്തിയുമായുള്ള വിവാഹം അല്ലെങ്കിൽ രക്തബന്ധങ്ങൾ തമ്മിലുള്ള വിവാഹം, പ്രായം സഭ നിർദ്ദേശിക്കുന്നതിനേക്കാൾ കുറഞ്ഞ പ്രായം, അതായത് കാനൂൻ നിയമം അനുസരിച്ച് 1872 മുമ്പ് 14 വയസ്സ് സ്ത്രീകൾക്കും 16 വയസ്സ് പുരുഷനും ആയിരുന്നു വിവാഹപ്രായം. 1872 ക്രിസ്ത്യൻ വിവാഹ നിയമപ്രകാരം അത് സ്ത്രീക്ക് 18 പുരുഷന് 21 ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു മരണത്തിന് പോയി. ആ മരണത്തിന് പോയതിൽ നിന്ന് അവിടെ വെച്ചൊരു ചേച്ചി പറയുകയാണ്, ഈ ചേച്ചിയെ 13-ാം വയസ്സിലാണ് വിവാഹം കഴിച്ചതെന്ന്. ഇപ്പോൾ അദ്ദേഹത്തിന് 69ഓളം വയസ്സുണ്ട് മരിച്ചപ്പോഴേ. 12-ാം വയസ്സിലാണ് എൻ്റെ അമ്മമ്മയെ കെട്ടിച്ചത്, അമ്മച്ചിയുടെ അമ്മയെ. അതുപോലെ തന്നെ ഹൈന്ദവർക്കായാലും മുസ്ലിംസായാലും കുറഞ്ഞ പ്രായം ആണ് പറയുന്നത്. അത് വിശദമായി ഞാൻ പറയുന്നില്ല, മനുസ്മൃതിയിലും മറ്റും ആ കാര്യം വിശദമായി പറയുന്നുണ്ട്. അത് മറ്റൊരു സമയത്ത് ഞാൻ പറയാവുന്നതേ ഉള്ളൂ. നാരദ സ്മൃതി പറയുന്നത്, ഒരു മകൾ ഋതുമതിയായതിന് ശേഷം, അതായത് ആരംഭിച്ചാലുടൻ എന്നേക്കുമായി വിവാഹത്തിന് വിട്ടുകൊടുക്കണമെന്നാണ്. മനുസ്മൃതി പറയുന്നത് ഋതുമതിയായതിനെ തുടർന്ന് കന്യകയ്ക്ക് 3 വർഷം കാത്തിരിക്കാമെന്നും അതിനുശേഷം അവൾക്ക് വിവാഹം കഴിക്കാമെന്നും ആണ് പറയുന്നത്. പെൺകുട്ടികൾ സാധാരണയായി 12 വയസ്സുള്ളപ്പോൾ പ്രായപൂർത്തിയായതായി കണക്കാക്കപ്പെടുന്നു എന്നും പറയുന്നുണ്ട്. അത് ഹൈന്ദവ
രീതിയിൽ. അപ്പോൾ അവർ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഒരേ ഗോത്രത്തിൽ നിന്നോ ഓരോ ഋഷിയുടെ വംശത്തിൽ നിന്നോ ജനിച്ചവരെ ആരെയും വധുവായി തിരഞ്ഞെടുക്കരുതെന്ന്. പിതൃഭാഗത്ത് 7 തലമുറകളിൽ കൂടുതലുള്ളവരുടെയും മാതൃഭാഗത്ത് 5 തലമുറകളിൽ കൂടുതലുള്ളവരുടെയും പരമ്പരകളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാമെന്നാണ് അഗ്നിപുരാണം അധ്യായം 154 പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ നിയമത്തിട്ട് വരട്ടെ, 1870 മുമ്പ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 14 16 അതൊന്നും കൃത്യമായി ചെയ്തിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അമ്മൂമ്മയുടെയും ഈ കഴിഞ്ഞ ദിവസം മരിച്ച ആ ചേച്ചിയുടെയും കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. 1870 ശേഷമായിരുന്നല്ലോ 18ഉം 21ഉം ആക്കിയത്. ഇങ്ങനെയുള്ള വിവാഹങ്ങൾക്ക് ഇളവുകൾ വേണ്ടി വരും. ചിലപ്പോൾ നമ്മളുടെ ഒരു കുട്ടിക്ക് പ്രായം കുറച്ചായിരിക്കും, ചിലപ്പോൾ 16 വയസ്സിലായിരിക്കാം കെട്ടിക്കുന്നത്, അല്ലെങ്കിൽ 17 വയസ്സിലായിരിക്കും കെട്ടിക്കുന്നതെങ്കിൽ അതിന് രൂപതയുടെ ഈ കാനോനിക്കൽ ഫോമിൻ്റെ ഡിസ്പെൻസേഷൻ അനിവാര്യമാണ്. പിന്നെ കൂടാതെ വ്രതാനുഷ്ഠാനങ്ങൾ, അതായത് നോമ്പുകാലങ്ങൾ, താൽക്കാലികമായ ബാധ്യതകളിൽ നിന്ന് വിശ്വാസികൾക്ക് ഇളവ്, അതായത് നോയമ്പ് കാലത്തെ ആഘോഷങ്ങൾ, കല്യാണത്തിനായി ഉള്ള 3 വെളിച്ചുചൊല്ലലുകൾ കുറക്കുന്നതിന്, അന്യമതസ്ഥരോ മറ്റു കാരണങ്ങളാലോ തിരുനാൾ നടത്താനുള്ള തടസ്സങ്ങൾ, അതായത് അന്യമതസ്ഥർ തിരുനാൾ ഏറ്റെടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വരുന്ന ചില കാര്യങ്ങളാണ്. മാതാപിതാക്കൾ ഒരാളോ 2 പേരുമോ മറ്റ് മതസ്ഥരാണെങ്കിൽ മാമോദീസ നൽകുന്നതിനുള്ള അനുമതി. ഇപ്പോൾ 2 മാതാവും പിതാവും മറ്റൊരു മതത്തിലാണെങ്കിൽ അവരുടെ കൺസെൻറ്റോടുകൂടി വേണമെങ്കിൽ ആ കുഞ്ഞിനെ ബാപ്റ്റൈസ് ചെയ്യാം, ക്രൈസ്തവ സഭയിലേക്ക് ആക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിലും ഈ പറയുന്ന ഡിസ്പെൻസേഷൻ ഓഫ് കാനോനിക്കൽ ഫോമിൻ്റെ വേണം. അപ്പോൾ ആ കുട്ടിക്ക് മാമോദിസ നൽകുന്നതിന് ഉള്ള അനുമതി, അതുപോലെ ആ മാമോദിസയിൽ ബന്ധപ്പെട്ട പല പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മുതിർന്നവരായാലും അപ്പനും അമ്മയും ഇതര മതത്തിലുള്ളതായിരിക്കാം. അങ്ങനെ വരുമ്പോഴും ഈ ഡിസ്പെൻസേഷൻ്റെ ആവശ്യമുണ്ട്. ഡിസ്പെൻസേഷന് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ വേറെയുമുണ്ട്. അങ്ങനെ സഭയുടെ അനുവാദത്തിനുള്ള സഭ മേലധ്യക്ഷരുടെ അനുമതി വേണ്ട ഇതുപോലുള്ള കുറേ കാര്യത്തിനാണ് ഡിസ്പെൻസേഷനിലൂടെ ഇളവുകളും ഒഴിവാക്കുകളും നൽകുന്നത്. 1983 കാനോൻ ലോ സംഹിതകളാണ് ഇപ്പോൾ സഭയിലുള്ളതും. അതിൻ്റെ ചരിത്രങ്ങൾ ഞാൻ 1-ാം നൂറ്റാണ്ട് മുതലുള്ളത് പിന്നാലെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. മൊത്തം 10 വീഡിയോസായിട്ടാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. 1983 വരെ എത്തിയ ചരിത്രങ്ങൾ ഏവർക്കുമായി നൽകുന്നതാണ്. എല്ലാം കൂടി ആകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, ആകെ കൺഫ്യൂസ്ഡ് ആവും. കാനോൻ നിയമം 87 മുതൽ 93 വരെയുള്ളതാണ് ഡിസ്പെൻസേഷനെ പറ്റി പറയുന്നത്. അത് മിശ്രവിവാഹത്തെ പറ്റിയല്ല പറയുന്നത്, ഡിസ്പെൻസേഷൻ അതിനെപ്പറ്റിയാണ് കാനോൻ നിയമം 87 മുതൽ 93 വരെ പറയുന്നത്. ഡിസ്പെൻസേഷനുകൾ അനുവദിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചാണ് ഇതിൽ നടപടിക്രമങ്ങൾ, ശിക്ഷാ നിയമങ്ങൾ 87 മുതൽ 93 വരെയുള്ള നിയമങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ബിഷപ്പിന് ഇവയിൽ നിന്നോ പരിശുദ്ധ സിംഹാസനത്തിനായി നീക്കിവെച്ചിരിക്കുന്ന നിയമങ്ങളിൽ നിന്നോ ഇതൊന്നും ഒഴിവാക്കാനാവില്ല. 87 മുതൽ 93 വരെയുള്ള നിയമങ്ങളിലൂടെ. ഇനി എന്താണ് 87 മുതൽ 93 വരെയുള്ള വകുപ്പുകളിൽ, ഡിപ്പാർട്ട്മെൻറ്റ്സിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇത് മിശ്ര വിഭാഗങ്ങളുടേതല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഡിസ്പെൻസേഷൻ്റെതാണെന്ന്. ഒഴിവാക്കാനുള്ളതും ഇളവുകൾ നൽകാനുള്ളതുമാണ്. എന്നാൽ മിശ്ര വിഭാഗത്തിലുള്ള കാനോൻ നിയമവകുപ്പുകൾ 1124 മുതൽ 1129 വരെയാണെന്ന് കൂടി അറിയുക. മൊത്തം 1752 കാനോൻ നിയമമാണുള്ളത്. അതിൻ്റെയും ചരിത്രങ്ങൾ പറയാം. ഡിസ്പെൻസേഷൻ ഓഫ് കാനോൻ ലോ വരുന്ന വകുപ്പുകളെ പറയുകയാണ്. കാനോൻ ലോ 85 to 93 വരെയുള്ള പ്രധാന വകുപ്പുകളിലാണ് ഇത് പെടുന്നത്.
കത്തോലിക്ക സഭയിലെ കാനോൻ നിയമപ്രകാരം സാർവത്രിക നിയമങ്ങളിൽ നിന്ന് പ്രത്യേക സാഹചര്യങ്ങളിൽ നൽകുന്ന ഇളവുകളെയാണ് ഡിസ്പെൻസേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് നിയമത്തിൻ്റെ കർശനമായ പ്രയോഗം മൂലം വിശ്വാസികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ്. കാനോൻ നിയമത്തിലെ ഡിസ്പെൻസേഷനുമായി ബന്ധപ്പെട്ട പ്രധാന വകുപ്പുകളാണ് 85 to 93. അവയുടെ അർത്ഥങ്ങളും ഞാൻ പറയുകയാണ്. പ്രധാനമായ വകുപ്പുകളിൽ കാനോൻ 85 ഡിസ്പെൻസേഷൻ നിർവചിക്കുന്നത് ഇത് കേവലം സഭാപരമായ എക്ലീസിയാസ്റ്റിക്കൽ നിയമങ്ങളുടെ ഇളവാണ്. ഇതിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം ഉള്ളവർക്ക് ഈ ഇളവ് നൽകാം. കാനോൻ 87 രൂപതാ ബിഷപ്പിനെ സഭാ നിയമങ്ങളിൽ നിന്ന് ഇളവ് നൽകാനുള്ള അധികാരം നൽകുന്നു. ബിഷപ്പിന് തൻ്റെ വിശ്വാസികളുടെ ആത്മീയ നന്മയ്ക്കായി സാർവത്രിക നിയമങ്ങളിൽ നിന്നും, അതായത് സഭാ നിയമങ്ങളിൽ നിന്ന് ഇളവ് നൽകാം. കാനോൻ 88 ബിഷപ്പിന് ഡിസ്പെൻസേഷൻ നൽകാൻ കഴിയും. കാനോൻ 90 ഡിസ്പെൻസേഷൻ നൽകുന്നതിന് ന്യായമായ ജസ്റ്റ് കോസ് ഉണ്ടായിരിക്കണം, അല്ലാത്ത പക്ഷം അത് നിയമവിരുദ്ധമായിരിക്കും. കാനോൻ 91 ഡിസ്പെൻസേഷൻ നൽകാൻ അധികാരമുള്ളവർക്ക് തങ്ങളുടെ അതിർത്തിക്ക് പുറത്തും ഈ അധികാരം ഉപയോഗിക്കാനുള്ള പവറുണ്ട്. കാനോൻ 92 ഡിസ്പെൻസേഷൻ കർശനമായി വ്യാഖ്യാനിക്കണം. കാനോൻ 93 ഡിസ്പെൻസേഷൻ നൽകിയ കാരണം അവസാനിച്ചാൽ ആ ഇളവും അതോടെ അവസാനിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് ഡിസ്പെൻസേഷൻ നൽകേണ്ടി വന്നത്, ആ കാരണം ഇല്ലാതായാൽ ആ ഇളവും അതോടൊപ്പം അവസാനിക്കുകയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഡിസ്പെൻസേഷനുകൾ: വിവാഹ തടസ്സങ്ങൾ, അതായത് മാട്രിമോണിയൽ ഇംപെഡിമെൻറ്റ്സ്. കാനോൻ 1073 മുതൽ 1094 പ്രകാരം വിവാഹത്തിന് തടസ്സമാകുന്ന ചില കാര്യങ്ങളിൽ, അതായത് നേരത്തെ പറഞ്ഞിരുന്നു രക്തബന്ധം, അതുപോലെ തന്നെ വ്യത്യസ്ത മതാചാരങ്ങളിൽ നിന്ന് വരുന്നത്, ഇതിനുള്ള ഇളവുകൾ നൽകുന്നത് 1073 മുതൽ 1096 വരെയാണ്. നോമ്പാചരണങ്ങളും നോമ്പും കാനോൻ നിയമം 1251 മുതൽ 1253 വരെയാണ്. ഇത് പ്രകാരം വെള്ളിയാഴ്ചകളിലെ നോമ്പ്, ഉപവാസം എന്നിവയിൽ ഇളവ് നൽകുന്നതാണ്. ആ ദിവസം ഒരു വിവാഹമോ മറ്റുള്ള ഏതെങ്കിലും ആഘോഷമോ നടത്തുന്നതിന് ഇളവ് നൽകാം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് നോമ്പ് കാലങ്ങളിലുള്ള വെള്ളിയാഴ്ചകളിലെ. കാനോൻ 1196 പ്രകാരം വ്യക്തിപരമായ നേർച്ചകളിൽ ഇളവ് നൽകാം. ചിലർ നേർച്ച നേരും. ആ നേർച്ചകൾ ചിലപ്പോൾ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നേർച്ചകൾ, ഉദാഹരണമായിട്ട് വലിയ വലിയ കാര്യങ്ങൾ, 1 കിലോ സ്വർണം കൊടുക്കാം പള്ളിയിലേക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വിഷയം നടക്കില്ല. ചിലപ്പോൾ ഒരാളുടെ ജീവൻ രക്ഷിക്കാനായിരിക്കും നേർച്ചകൾ പറയുന്നത്. അതുപോലെ മറ്റ് ചില നേർച്ചകൾ വേറെയുമുണ്ട്. ആ നേർച്ചകൾക്കുള്ള ഇളവ് നൽകുന്നതാണ് കാനോൻ 1196. അത് ബിഷപ്പ് നിർദ്ദേശിക്കുന്ന ഇടവകാരിക്കോ നൽകാനാകും. ഡിസ്പെൻസേഷൻ നൽകാൻ അധികാരമുള്ളവർ ആരൊക്കെയാണെന്ന് നോക്കാം. പോപ്പ്, റോമൻ പാപ്പ പരമാധികാരിയാണ്. പിന്നെ രൂപതാ ബിഷപ്പ്, അതായത് തൻ്റെ രൂപതയിലെ വിശ്വാസികൾക്ക് ഡിസ്പെൻസേഷൻ നൽകാനാവും. പ്രത്യേക സാഹചര്യങ്ങളിൽ ഇടവകയിലെ വികാരിക്ക് നൽകാനാവും. അത് കാനോൻ നിയമം 1245 വെച്ചിട്ടാണ്. പിന്നെ ദിവ്യ നിയമങ്ങളിൽ ഇളവ് നൽകാൻ സഭയ്ക്ക് അധികാരമില്ല, പോപ്പിന് പോലും അധികാരമില്ല. അതായത് 10 കൽപ്പനകൾ അത് ദൈവിക നിയമങ്ങളാണ്. അപ്പം അതിന് ഈ ഡിസ്പെൻസേഷനിൽ ഒഴിവില്ല എന്ന് തന്നെ ചിന്തിക്കുക. സഭാപരമായ നിയമങ്ങളിൽ
അതായത് എക്ലീസിയാസ്റ്റിക്കൽ ലോ മാത്രമേ ഈ ഡിസ്പെൻസേഷനിലൂടെ ഇളവ് നൽകാനാവൂ എന്ന് കൂടി അറിയുക. കാനോനിക്കൽ നിയമത്തിലെ വ്യവസ്ഥ ഇങ്ങനെയാണ്. കത്തോലിക്ക കാനോൻ നിയമം എന്നത് ഒരു പ്രത്യേക കേസിൽ കേവലം സഭാപരമായ അല്ലെങ്കിൽ സഭാ നിർമ്മിതമായ നിയമത്തിൽ നിന്നുള്ള ഇളവ് അല്ലെങ്കിൽ ഒഴിവ് ആണ്. വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ ആചാരപരമായ ആവശ്യകതകൾ പോലുള്ള നിയമത്തിൻ്റെ കർശനമായ പ്രയോഗത്തിലൂടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തടയുന്നതിന്, അതായത് പ്രയാസങ്ങൾ തടയുന്നതിന് ലക്ഷ്യമിട്ട് ന്യായവും ന്യായയുക്തവുമായ കാരണം നിലനിൽക്കുമ്പോൾ യോഗ്യതയുള്ള അധികാരികൾ, ബിഷപ്പുമാർ, ഇടവികാരിമാർ, അങ്ങനെയുള്ള അധികാരികൾ ഈ ഡിസ്പെൻസേഷൻ നൽകുകയാണ്. കാനോനിക്കൽ ഡിസ്പെൻസേഷനുകളുടെ പ്രധാന വശങ്ങൾ. കാനോനുകൾ 85 to 93. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രത്യേക കേസുകളിൽ പൊതു നിയമങ്ങൾ കർശനമായ പ്രയോഗത്തിലൂടെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക തന്നെയാണ്. സഭാ നിയമങ്ങൾ മാത്രമേ ഇതിലൂടെ ഉപേക്ഷിക്കാൻ കഴിയൂ. ദൈവികമോ പ്രകൃതി നിയമങ്ങളോ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഉദാഹരണമായിട്ട് വൈദിക ബ്രഹ്മചര്യം, പ്രായപരിധി നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ കാനോനിക്കൽ രൂപം എന്നിവയെക്കുറിച്ചുള്ള നിയമങ്ങളെ നമ്മൾക്കിതിലൂടെ മാറ്റാനാവും. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അതെല്ലാം നിങ്ങൾക്കറിയാം. ഇപ്പോൾ വൈദിക ബ്രഹ്മചര്യം എങ്ങനെയാണ്, പ്രായപരിധിയെപ്പറ്റി പറഞ്ഞിരുന്നു, കാനോനിക്കൽ രൂപത്തെപ്പറ്റി പറഞ്ഞു. ഇനി വിശദമായിട്ട് ഇതിന് പിന്നാലെ വരുന്നുണ്ട്. അത് 4-5 വീഡിയോകളിൽ വരുന്നുണ്ട്. ഇതിനുള്ള എക്സിക്യൂട്ടീവ് അധികാരം രൂപതാ ബിഷപ്പ്മാരാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതല്ലെങ്കിൽ വ്യക്തമായ നിയുക്ത അധികാരം വഹിക്കുന്നവർ നൽകുന്നതാണിത്. അതായത് രൂപതാ ബിഷപ്പ് നിർദ്ദേശിക്കുന്ന, അധികാരപ്പെടുത്തുന്നവർ. ഇതിൻ്റെ ആവശ്യകതകൾ വരുന്നത് സാഹചര്യങ്ങളും നിയമത്തിൻ്റെ പ്രാധാന്യവും കണക്കിലെടുത്ത് ന്യായവും ന്യായയുക്തവുമായ ഒരു കാരണം വേണ്ടിവരും. വിവാഹത്തിന് സൗകര്യമൊരുക്കുക അല്ലെങ്കിൽ തടസ്സങ്ങൾ നീക്കം ചെയ്യുക തുടങ്ങിയ വിശ്വാസികളുടെ ആത്മീയ നന്മയാണ് പൊതുവായ കാരണങ്ങളിൽ വരുന്നത്. ഈ മുകളിൽ പറഞ്ഞ ന്യായവും ന്യായയുക്തവുമായ കാരണം. ഇപ്പോൾ കാരണങ്ങളെ ഏതൊക്കെ തരം എന്ന് പറഞ്ഞാൽ, അപവാദം ഒഴിവാക്കുക. ചില അപവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അപവാദങ്ങൾ ഒഴിവാക്കുക എന്നതുണ്ട്. പലതരത്തിൽ സഭാപരമായി ഉണ്ടാകാം, അല്ലെങ്കിൽ മനുഷ്യരഹിതം ഉണ്ടാവാം, അല്ലെങ്കിൽ പള്ളിയുമായിട്ട് ഉണ്ടാകുന്ന അല്ല വൈദികനുമായിട്ടുണ്ടാകുന്ന ഒക്കെ വരും. പിന്നെ കുട്ടികളെ നിയമവിധേയമാക്കുക, അല്ലെങ്കിൽ വിവാഹ തടസ്സം പരിഹരിക്കുക എന്നിവ ഉദാഹരണങ്ങളിൽ പെടുകയാണ്. ഒരു കാരണത്തിൻ്റെ പര്യാപ്തതയെക്കുറിച്ച് സംശയാസ്പദമായി ഒരു വ്യവസ്ഥ നൽകിയാൽ ആ സാധുവും നിയമപരവുമാണ്. ഇനി ഇത് പൊതുവായ പ്രായോഗിക മേഖലകൾ ഇത് ഉപയോഗിക്കുന്നത് വിവാഹ തടസ്സങ്ങൾ, ആരാധനക്രമത്തിലെ അസമത്വം, അതായത് സ്നാനമേൽക്കാത്ത വ്യക്തിയുമായുള്ള വിവാഹം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ രക്തബന്ധം പോലുള്ള തടസ്സങ്ങൾക്ക് ഈ വ്യവസ്ഥകൾ പലപ്പോഴും ഉപയോഗിക്കുന്നു. അതുപോലെ കാനോനിക്കൽ ഫോം ഉദ്ദേശിക്കുന്നത് ഒരു കത്തോലിക്കിനെ ഒരു പള്ളിച്ചടങ്ങിൽ വിവാഹം കഴിക്കാനുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കാനാകും. ഒരു പള്ളിച്ചടങ്ങിൽ വെച്ച് വിവാഹം കഴിക്കാനുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കാനാകുന്ന ഒന്നാണ് ഡിസ്പെൻസേഷൻ. പിന്നെ നേർച്ചകളുടെ കാര്യം പറഞ്ഞു. നിർദ്ദിഷ്ടവും ദൈവികമല്ലാത്തതുമായ കടമകളിൽ നിന്നുള്ള മോചനമാണ് നേർച്ചകളിൽ നിന്നും ബാധ്യതകളിൽ നിന്നും മാറ്റുന്നത്. കിഴക്കൻ ഓർത്തഡോക്സ് സഭകളിൽ ഈ ആശയം ഉണ്ട്. അതിനെ ഒയ്ക്കണോമിയ എന്നാണ് പറയുന്നത്. അതായത് സമ്പദ് വ്യവസ്ഥ, അത് ഇതിന് സമാനമാണ്. ഇനി ഡിസ്പെൻസേഷൻ അനുവദിക്കുന്നതിനുള്ള പ്രധാനമായ 5 ഉദ്ദേശങ്ങൾ കൂടി പറഞ്ഞുകൊള്ളട്ടെ. 1. സഭാപരമായ വിവാഹ തടസ്സങ്ങൾ, പ്രായം, രക്തബന്ധം അല്ലെങ്കിൽ
കാനോനിക്കൽ രൂപം പോലുള്ള ഒരു വിവാഹത്തെ അസാധുവാക്കുന്നതോ നിശ്ചിതമാക്കുന്നതുമായ നിർദ്ദിഷ്ട തടസ്സങ്ങളിൽ നിന്ന് വിടുതൽ നേടുകയോ അനുമതി നൽകുകയോ ചെയ്യുക. 2. വ്യക്തികളുടെ അതുല്യവും മൂർത്തവും പലപ്പോഴും അടിയന്തരവുമായ സാഹചര്യങ്ങൾ പരിഹരിക്കുന്നതിന് പൊതു നിയമങ്ങളുടെ കർശനമായ പ്രയോഗത്തിൽ മാറ്റം വരുത്തുക. 3. ഒരു വ്യക്തിക്ക് ഒരു കൂദാശ സ്വീകരിക്കുന്നതിൽ നിന്ന് തടയുന്നതോ അനാവശ്യമായ ആത്മീയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതോ ആയ നിയമങ്ങൾക്ക് ഒഴിവാക്കലുകൾ അനുവദിക്കുക. 4. സഭാ നിയമത്തിലെ ഭരണപരമോ നടപടിക്രമപരമോ സാങ്കേതികമോ ആയ ആവശ്യകതകൾ ഉൾപ്പെടുന്ന സാഹചര്യങ്ങളെ അഭിസംബോധന ചെയ്യുക. 5. ഒരു വ്യവസ്ഥയ്ക്ക് ന്യായവും ന്യായയുക്തവുമായ ഒരു കാരണം ആവശ്യമാണ്. അത് ദിവ്യനിയമത്തിനോ സഭാ നിയമത്തിൻ്റെ ആവശ്യഘടകങ്ങൾക്കോ ഉപയോഗിക്കാൻ കഴിയില്ല. ഇത്രയുമാണ് ഡിസ്പെൻസേഷനെ പറ്റി നമ്മൾക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് സഭയുടെ ഡിസ്പെൻസേഷനോട് ബന്ധപ്പെടുന്ന വിവാഹത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. വിവാഹം മിശ്ര വിവാഹത്തിന്, അതായത് കത്തോലിക്കരും അകത്തോലിക്കരും തമ്മിലുള്ള വിവാഹം, അതല്ലെങ്കിൽ ക്രൈസ്തവരും അക്രൈസ്തവരും തമ്മിലുള്ള വിവാഹം, അതിനെപ്പറ്റിയാണ്. ഇപ്പോൾ ഒരു ലത്തിൻ കത്തോലിക്കക്കാരന് അല്ല സിറിയൻ കത്തോലിക്കക്കാരന് പെന്തക്കോസ്റ്റിലോ ഓർത്തഡോക്സിലോ ഒക്കെ ഉള്ളവരെ വിവാഹം കഴിക്കാം. അതെങ്ങനെയാണ് എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു ഹിന്ദുവിനെയോ മുസ്ലിമിനോ മറ്റ് ഇതര മതങ്ങളിൽപ്പെടുന്നവർക്ക് ഒരു ക്രൈസ്തവനെ അല്ലെ ഒരു ക്രൈസ്തവയ്ക്ക് വിവാഹം കഴിക്കാം. അതിനുള്ള കാര്യങ്ങളും കാരണങ്ങളും ചടങ്ങുകളും എന്തൊക്കെ വേണം എന്ന് കൂടി ഇതിലൂടെ പറയുന്നതാണ്. ഡിസ്പെൻസേഷനെ പറ്റിയായിരുന്നു ഞാൻ ഇത്ര നേരം പറഞ്ഞിരുന്നത്. ഇനി പറയാനുള്ളത് കാനോൻ നിയമത്തെ പറ്റിയാണ്. അപ്പോൾ കാനോൻ നിയമം എന്താണെന്നൊക്കെ നാം അറിയണം. എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത്രയും നേരം പറഞ്ഞത് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിക്കാണുമല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഇതൊരു ആധികാരികമായ രേഖയെന്ന് നിങ്ങൾ ചിന്തിക്കരുത്, കാരണം എൻ്റെ റെഫറൻസിലൂടെയാണ്. ഇതൊരു സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല. ഇത് പലപ്പോഴും ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ നമ്മൾ വരികയാണ്. ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയൊക്കെ വരുന്നതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ വരുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി സ്നേഹിച്ചത് ആരെയാണ്? കൊറിയക്കാരനെയാണ്. ആ കുട്ടി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തില്ലേ? അപ്പം ഇതുപോലെ ഒത്തിരി ഫേസ് ചെയ്യണം നമ്മൾ. ആ ഫേസ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. ക്രൈസ്തവരായാലും അക്രൈസ്തവരായാലും അവർക്ക് ഉൾക്കൊള്ളാവുന്ന, അറിയാവുന്ന, അല്ല മറ്റൊരാളോട് റെഫർ ചെയ്യാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഒരു വൈദികൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ ബുദ്ധിമുട്ടാകും. അല്ല മറ്റൊരാളോട് പോയി അവരെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചിലരൊക്കെ പറയാം. വൈദികൻ എന്നല്ല പറയുന്നത്, മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയാം. അത് അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ നിയമം അറിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഫേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആധികാരികമായി പറയാൻ പറ്റും. ഇങ്ങനെ ചെയ്യാമല്ലോ അച്ചോ, അല്ല ഇങ്ങനെ ചെയ്യാമല്ലോ പിതാവേ, അതായത് മെത്രാനോട്, എല്ലാം നമുക്ക് പറയാനാവും. അപ്പം അതുകൊണ്ട് നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ കാനോൻ നിയമത്തിലേക്ക് നമുക്കെത്താം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ, താങ്ക് യു.